ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എവിടെയാണ്? ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇന്ത്യയിൽ ഫോറസ്റ്റ് അക്കാദമി എവിടെയാണ്? ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഫോറസ്റ്റ് അക്കാദമി ഒക്കെ. എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ടാണ് ഇന്നത്തെ എനിക്ക് തോന്നുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. എല്ലാം 3 ക്ലാസ്സുകളും ഇമ്പോർട്ടന്റ് തന്നെയാണ് കൊണ്ടുവരുന്നത്. ഒരു ബേസിക് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ബേസിക്കിൽ മാർക്ക് പോകരുതെന്നല്ലേ, വലിയ സ്റ്റാൻഡേർഡ് എല്ലാം അധ്യാപകർ പഠിപ്പിക്കുന്ന കണക്ക് പഠിക്കണം. അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഗ്രേഡ് ഒക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുമൊക്കെ ഇതിന് പ്രയോജനപ്പെടും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്കും മെയിൻസ് പരീക്ഷയ്ക്ക് ചോദിച്ച കണ്ടന്റുകളിൽ നിന്നും വരുന്ന അനുബന്ധ ഫാക്സുകളുമായിട്ടാണ് ഞാൻ ഹോട്ട് ടോപ്പിക്സ് വന്നത്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സും ഇമ്പോർട്ടന്റ് തന്നെയാണ്. മെനക്കെടുക, കിട്ടുക. നല്ല 2 പോസ്റ്റുകളാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അഭിമാനത്തോടെ ജോലി. ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി ആയിരുന്നു, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഗ്രേഡ് ഞാനും എഴുതുന്ന സമയമായിരുന്നു ആദ്യമായിട്ട് വിളിക്കുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റിയാണ് എനിക്ക് കിട്ടിയത്. അതുപോലെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് ഞാൻ KCBയിലാണ് ഇപ്പൊ ജോലി ചെയ്യുന്നത്. അതൊക്കെ എനിക്ക് ഒരു അഭിമാനമുണ്ട്. കാരണം അന്നൊന്നും ഇത്രയും കോമ്പറ്റീഷൻ ഇല്ലേ. നിങ്ങൾ വിചാരിക്കുന്നതാണെങ്കിൽ അന്ന് ഇത്ര കോമ്പറ്റീഷൻ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പഠിക്കാൻ നമ്മളിപ്പോൾ ഭയങ്കര മത്സരമാണ്, നല്ലോണം പഠിക്കണം. പക്ഷെ ഓരോ വർഷം കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവുമല്ലോ അത്രമാത്രം ക്വസ്റ്റ്യന്റെ നിലവാരം കൂടുന്നു. ക്വസ്റ്റ്യന്റെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ തിരിച്ചും മറിച്ചും ഒക്കെ അങ്ങ് ചോദിക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനല്ല. അനുബന്ധ ഫാക്സ് പഠിക്കണം, എന്നിട്ട് എങ്ങനെ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ കട്ട് ചെയ്യാൻ പഠിക്കണം. അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ, മറ്റേത് 1 വേർഡ് GK കൂടെ ആയിരുന്നു കൂടുതലും ചോദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. അപ്പൊ അതൊക്കെ ഉള്ള ഒരു വ്യത്യാസം. അതൊക്കെ വേണമല്ലോ, മാറ്റങ്ങൾ അനിവാര്യമാണല്ലോ. വർഷങ്ങൾ കഴിയുമ്പോഴും എല്ലാവരും ഒരേപോലെ ബ്രെയിൻ അല്ലല്ലോ. വർഷങ്ങൾ കഴിയുമ്പോൾ അത്രമാത്രം മത്സര പരീക്ഷയിലും അത്രമാത്രം സാങ്കേതിക വിദ്യ വരിക, അത്രമാത്രം കണ്ടന്റുകൾ കിട്ടിയ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എത്ര സോഷ്യൽ മീഡിയയിലെ അതുപോലെ ഓൺലൈൻ ആപ്പുകളും അതുപോലെ വലിയ വലിയ അധ്യാപകരുടെ ക്ലാസ്സുകളും അതുപോലെ വലിയ കോച്ചിങ് സെന്ററിൽ കിടക്കുന്ന നോട്ടും അത്രമാത്രം നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ എങ്ങനെ ആര് ഫസ്റ്റ് നേടും എന്നായിരിക്കുമല്ലോ ഇപ്പൊ ഇനി ക്വസ്റ്റ്യൻ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത്രയ്ക്ക് കട്ടയ്ക്ക് പഠിക്കുക. നല്ലൊരു പോസ്റ്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഗ്രേഡ് ഒക്കെ നല്ല പോസ്റ്റ്. ഇത് കുറ്റമൊന്നും പറയത്തില്ല. കമ്പനി ബോർഡിൽ KCB KSFE ഒക്കെ കുറ്റമൊന്നുമല്ല. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഗ്രേഡ് കിട്ടിയാലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന്, ഒരേ കാറ്റഗറിയിലുള്ള ഒരേ ഏജിലുള്ള ആൾക്കാരുടെ സന്തോഷങ്ങൾ കാണാം. കാരണം ഈ അടുത്ത കാലത്തല്ലേ വിളിച്ചത് യൂണിവേഴ്സിറ്റി ആദ്യം. അപ്പൊ ഈ കയറിയവരെല്ലാം ഒരേ പ്രായക്കാരായിരിക്കും. ഈ കൊച്ചുകുഴി 25, 22, 28 ഇവരൊക്കെ ഭയങ്കര എൻജോയ്മെന്റ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ. ആ ഒരു കോളേജ് അന്തരീക്ഷം പോലെ അവർ ജോലി ചെയ്യുന്നത്. വലിയ മുതിർന്നവർ കുറവായിരിക്കും. ബാക്കി എല്ലാ അസിസ്റ്റന്റ് ആയിട്ട് ചേരുന്നവരെല്ലാം ഒരു പ്രായത്തിലുള്ളവരാണ്. അപ്പൊ അവരുടെ ആ ഒരു എൻജോയ്മെന്റും ഒക്കെ കാണാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചിലപ്പോൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കട്ടയ്ക്ക് അങ്ങ് പഠിക്കും. നിങ്ങൾ ധൈര്യമായിട്ട് ടോപ്പിക് അനുസരിച്ച് പഠിക്കും. രണ്ടും നോക്കണം. ചിലർ ഹെവി ടോപ്പിക്ക് മാത്രം അങ്ങ് നോക്കും, അത് കിട്ടിയാൽ മതി. അങ്ങനെയല്ല, ബേസിക് ഭാഗവും നോക്കണം, ഇൻഡയറക്റ്റ് ചോദ്യങ്ങളും പഠിക്കണം. നോട്ടുകൾ നല്ലോണം അങ്ങ് കവർ ചെയ്താൽ മതി, വേറെ ഒന്നും നോക്കണ്ട. നിങ്ങൾ ഈ സിലബസ് നോക്കുക, കറക്റ്റ് പോർഷൻ ബേസ് വെച്ച് പഠിക്കുക, കറണ്ട് അഫേഴ്സ് കട്ടയ്ക്ക് പഠിക്കുക. കറണ്ട് അഫേഴ്സ് പഠിക്കണേ. കറണ്ട് അഫേഴ്സ് നമുക്ക് എന്താ ചോദിക്കുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് സിലബസ് കറക്റ്റ് ആയിട്ട് റിവിഷനിൽ ഇരിക്കുകയാണ്. റിവിഷനില്ല എല്ലാം ഞാൻ സിലബസ് ഭയങ്കര ലെവലുള്ളവർ പറയും ഞാൻ സിലബസ് എല്ലാം പഠിച്ചു തീർത്തു എന്നതിലല്ല. ഈ കോമ്പറ്റേറ്റീവ് എക്സാമുകളെല്ലാം പഠിച്ചു തീർത്തു എന്നതിലൊന്നും അല്ല കാര്യം. അത് റിവിഷൻ നടത്തി പെർഫെക്റ്റ് ആയി ഹാളിലേക്ക് പോകുന്നതില്ല. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിന് പ്രാധാന്യം കൊടുക്കുക. ആഴ്ചയിൽ 2 ദിവസം റിവിഷന് വേണ്ടി മാറ്റിവെക്കുക. ബേസിക് കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് LDCയുടെ ബുക്കുകളൊക്കെ വേണമെങ്കിൽ എടുത്ത് വെച്ച് വായിക്കുക കേട്ടോ. ചിലപ്പം കൊച്ചു കാര്യങ്ങളൊക്കെ മറന്നുപോയാൽ പിന്നെ പെട്ടുപോകത്തില്ലേ. അതുകൊണ്ട് അതും കൂടെ നോക്കി വേണം. ചിലവർ അവിടെ അങ്ങ് മാർക്ക് സ്കോർ ചെയ്യും. ഇപ്പൊ ഒരു കമ്പനി ബോർഡ് LGS കിടക്കുന്നതുകൊണ്ട് കുറച്ചു നേരം അങ്ങോട്ട് പഠിക്കുന്നവരുണ്ട്. ചിലവർ ഇത്ര മണിക്കൂർ മാറ്റി വെക്കും. 2 മണിക്കൂർ ഞാൻ LGS ടോപ്പിക്കുകൾ പഠിക്കുന്നു, 2 മണിക്കൂർ ഞാൻ അസിസ്റ്റന്റ് ഗ്രേഡ് ടോപ്പിക്ക് പഠിക്കുന്നു, അങ്ങനെ മാറ്റി വെക്കും. അതും നല്ലൊരു ഐഡിയ. കാരണം അതില്ലെങ്കിൽ ഇതെങ്കിലും ലെവലാവുമല്ലോ. കാരണം സീനിയർ ആര് കൂടുതലും അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം കമ്പനി ബോർഡ് LGSലും നല്ലോണം ആൾക്കാരെ എടുക്കും, LDCയിലും നല്ലോണം ആൾക്കാരെ എടുക്കും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചോണേ. നിങ്ങളോട് ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ അതെങ്കിലും കിട്ടട്ടെ എന്ന് പറയും. പിന്നെ ഇംഗ്ലീഷ് എനിക്ക് വായിക്കാനും എഴുതാനും അറിയൂ സാറേ, നല്ല ലെവലുള്ളൂ. അവര് അസിസ്റ്റന്റ് ഗ്രേഡിന് വേണ്ടി മാത്രം ശ്രദ്ധിക്കുക. പക്ഷെ ചുമ്മാ കുറെ ടോപ്പിക്ക് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എക്സ്പീരിയൻസ് ഹാൻഡുകൾ കൈകാര്യം ചെയ്ത് മാർക്ക് സ്കോർ ചെയ്യും. നിങ്ങൾ ബേസ് ഉള്ള കുട്ടികൾ മാത്രം ടോപ്പിക്ക് മാത്രം നിൽക്കുക. അതുകൊണ്ട് എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്യണേ. പിന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്ന എല്ലാ ഭാഗവും നല്ലോണം അങ്ങ് പഠിക്കുക. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം അത് 30 എത്ര മാർക്ക് കൂടുതലുണ്ടെങ്കിൽ ചിലപ്പോൾ 40 മാർക്ക്, 50 മാർക്ക്, 15 മാർക്ക് വീതമാണെങ്കിൽ അവിടെ എല്ലാം മാർക്ക് കയറി വരാൻ ശ്രമിക്കണം. പിന്നെ കറണ്ട് അഫേഴ്സ് ഈ ഒരു വർഷത്തെ 2024 ഫുള്ള് നല്ലവണ്ണം ശ്രദ്ധിച്ചു. 21 പഠിക്കണം, അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം പഠിക്കും. ഇപ്പൊ 21 എന്ന് പറഞ്ഞ് പഠിക്കാനും പറ്റത്തില്ലല്ലോ നമുക്ക്. 24 മന്ത്ലി ബേസ് വെച്ച് നിങ്ങൾ അങ്ങ് പഠിക്കുക കേട്ടോ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, എന്നിട്ട് ഹോട്ട് ടോപ്പിക്സ്, കറണ്ട് അഫേഴ്സ് ഒക്കെ അങ്ങ് പഠിക്കുക. അപ്പൊ അങ്ങ് സെറ്റ് ആവുന്നത്. പിന്നെ അതുപോലെ ഹിസ്റ്ററി എടുക്കുമ്പോൾ ഏറ്റവും മെയിൻ ടോപ്പിക്കുകളെല്ലാം, അതായത് ലോകമഹായുദ്ധങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടോ, അങ്ങനെയൊക്കെ, അതായത് ലോക സംഘടനകളും ആസ്ഥാനങ്ങളും അതെല്ലാം പഠിച്ചു. ചിലപ്പോൾ അതൊക്കെ ചേരുംപടി ചേർക്കാനൊക്കെ ചോദിക്കത്തില്ലേ. അതുപോലെ ഇന്ത്യയിൽ വരുമ്പം 1857
ഈസ് അവർ റിവോൾട്ട്, യൂറോപ്യന്മാരുടെ സംഭാവന, INC-യുടെ പ്രത്യേകതകൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, പത്രങ്ങൾ, ഗാന്ധിജിയുടെ പ്രത്യേകതകൾ, ഇങ്ങനെ സെപ്പറേറ്റ് തിരിക്കുമ്പോൾ അതുമൊക്കെ അങ്ങ് മാർക്ക് സ്കോർ ചെയ്യും. കിട്ടൂടെ, ധൈര്യമായിട്ടിരിക്കേ. നിങ്ങൾ സന്തോഷത്തോടെ ഓരോ ദിവസവും പഠിച്ചു നോക്കെ. ടോപ്പിക്ക് പെട്ടെന്ന് തീരുന്നതും കാണാം സന്തോഷത്തോടെ. ഇത് ഞാൻ കുറച്ച് നല്ലൊരു ടോപ്പിക്കാണ്. എന്നിട്ട് അവസാനം ഞാൻ കുറച്ച് റിവിഷനൊക്കെ നടത്തി തരാം. ഇതുവരെ നമ്മൾ എത്ര ടോപ്പിക്ക് കഴിഞ്ഞു? 3 സെക്ഷനാണ് കഴിഞ്ഞിരിക്കുന്നത് അല്ലേ? 3 സെക്ഷൻ നമ്മൾ കഴിഞ്ഞായിരുന്നു. അങ്ങനെ 20 ഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞിരിക്കുന്നത് അല്ലേ? അതിൽ ഇന്ന് നോക്കെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളുടെ ടോപ്പിക്ക്, ഡിഗ്രി ലെവലിന്റെ ടോപ്പിക്കുള്ള ഹെഡിങ് തന്നെ കൊണ്ട് ജ്ഞാനപീഠം നേടിയ മലയാളികൾ എന്നും പറഞ്ഞൊരു പോർഷൻസ് കൂടെ സിലബസിൽ നോക്കിയാൽ മതി. അതുണ്ട്. കേരളത്തിലെ വന്യജീവി സങ്കേത കേന്ദ്രങ്ങൾ, അത് അത്യാവശ്യം ചിലപ്പം ഷോർട്ട് പോകും, അത് അത്യാവശ്യം ഡീപ്പാണെന്നും ഞാൻ പറയുന്നില്ല. ഇപ്പം ഞാൻ വന്യജീവി സങ്കേത കേന്ദ്രങ്ങൾ വന്ന വർഷം ഏത് ജില്ല അതൊന്ന് പഠിച്ചു വെക്കണം. പിന്നെ ജലപാതകൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ജലപാതകൾ, കേരളത്തിലെ നൃത്തരൂപങ്ങൾ, കലാരൂപങ്ങൾ, ഡേറ്റാ വിനിമയ ഉപകരണങ്ങൾ ചോദിച്ചിരിക്കുന്നു. അതും പരീക്ഷയ്ക്ക് ഒരെണ്ണത്തിൽ കണ്ടു. പിന്നെ ഉപദ്വീപീയ നദികളുടെ ഉത്ഭവം, പതനം, ഇതത്രയും കൊച്ചു 3 ജോഗ്രഫി ഭാഗം കൊണ്ടുവന്നിട്ടുണ്ട്. 2 അല്ലാതുള്ള കമ്പ്യൂട്ടറിൽ നിന്ന് ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ അങ്ങ് തീർത്ത് തരട്ടെ. ചിലപ്പോൾ നിങ്ങൾ ഹെവി ആയിട്ടുള്ള ടോപ്പിക്ക് നിങ്ങളൊക്കെ പഠിച്ചോണേ. ഭരണഘടനയൊക്കെ അടുത്തടുത്ത് വരുമ്പം ഞാൻ ഇച്ചിരി കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കാമെന്ന്. ഇതിപ്പം നേരത്തെ ഈ ടോപ്പിക്ക് അങ്ങ് ഒതുക്കാം. നോക്കെ, ജ്ഞാനപീഠം നേടിയ മലയാളികളെ കുറിച്ച് നോക്കെ. എന്നാണ് ജ്ഞാനപീഠം കൊടുത്തു തുടങ്ങിയത്? 1965 അല്ലെ? 65-ലാണ് ജ്ഞാനപീഠം കൊടുത്തു തുടങ്ങിയത്. 65 മുതലാണ് കൊടുത്തു തുടങ്ങിയത്. ആദ്യമായി ലഭിച്ചത് നമ്മുടെ മലയാളിക്ക് തന്നെയല്ലേ? ആണ്, ജി ശങ്കരക്കുറുപ്പിന്. ആദ്യം ജ്ഞാനപീഠം ലഭിച്ച ആദ്യത്തെ മലയാളി ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. ഓടക്കുഴൽ എന്ന കൃതിക്ക്, അതൊക്കെ നമുക്ക് അറിയാം, അതെന്നാലും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓടക്കുഴൽ എന്ന കൃതിക്ക് തന്നെയാണ് ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായി ലഭിച്ചത്. എത്ര ലക്ഷം രൂപയാണ് ജ്ഞാനപീഠ പുരസ്കാരം എന്ന് പറയുന്നത്? 11 ലക്ഷം രൂപ അല്ലെ? ജ്ഞാനപീഠ പുരസ്കാരം എത്ര ലക്ഷമാണ്? 11 ലക്ഷമാണ്. സരസ്വതി സമ്മാനമാണ് 15 ലക്ഷം. അപ്പൊ ജ്ഞാനപീഠ പുരസ്കാരം 11 ലക്ഷം രൂപയും സരസ്വതി സമ്മാനം എത്രയാണ്? 15 ലക്ഷം രൂപയാണ്. ഇന്ത്യയിലെയാണ് ഇത് നമ്മൾ പറയുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സമ്മാന തുകയുള്ളത്, അല്ലെങ്കിൽ കേരള സർക്കാരിന്റെ ഏറ്റവും ഉയർന്ന പുരസ്കാരം ഏതാ? കേരള സർക്കാരിന്റെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരം എഴുത്തച്ഛൻ അവാർഡാണ് കേട്ടോ. 5 ലക്ഷം രൂപയാണ് കേട്ടോ. കേരള സർക്കാരിന്റെ ഏറ്റവും ഉയർന്ന സാഹിത്യ അവാർഡ് ഏതാണ്? എഴുത്തച്ഛൻ പുരസ്കാരം 5 ലക്ഷം രൂപയാണ് കേട്ടോ. അത് ആദ്യം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻ പിള്ളയ്ക്കാണ്. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? ശൂരനാട് കുഞ്ഞൻപിള്ള. നമുക്ക് തിരിച്ചു വരാം, ജ്ഞാനപീഠം അങ്ങ് തീരട്ടെ. എന്നാണ് ജ്ഞാനപീഠ പുരസ്കാരം? 65-ലാണ്. ആരാ സ്ഥാപിച്ചത്? ശാന്തി പ്രസാദ് ജെയിനാണ് സ്ഥാപിച്ചത് അല്ലെ? എത്ര ലക്ഷം രൂപയാ? 11 ലക്ഷം രൂപയാണ് ജ്ഞാനപീഠം. ആദ്യം ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പ് 65-ലാണ്. 65-ൽ തന്നെ ഏതായിരുന്നു കൃതി? ഓടക്കുഴലാണ്. രണ്ടാമത്തെ ആളിനെയും കൂടെ പഠിച്ചേരെ, ഒരു ബേസ് പഠിച്ചല്ലേ. രണ്ടാമത്തെ ആള് താരാശങ്കർ ബാനർജി. താരാശങ്കർ ബാനർജി ഗണദേവത എന്ന കൃതിക്കാണ് കൊടുത്തിരുന്നത് കേട്ടോ. ഗണദേവത എന്ന കൃതിക്കാണ്. ആദ്യത്തെ വനിത ആരാന്നറിയാമോ? ആശാപൂർണാദേവിയ. പ്രഥമ പ്രദശ്രുതി അല്ലെങ്കിൽ പ്രഥമ പ്രദശ്രുതി എന്ന കൃതിക്കാണ് ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വനിത ആരെന്ന് ചോദിച്ചാൽ അത് നല്ലൊരു പോയിന്റ് ആണ്. ഏതായിരുന്നേ? ആശാപൂർണാദേവി. 1976-ൽ 6 മലയാളികൾക്ക് ഇതുവരെ ലഭിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് നോക്കാം മലയാളികളെ. 65, 80, 84, 95, 2007, 2019. 65, 80, 84, 95, 2007, 2019. 65 ജി ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴലിനും SK പൊറ്റക്കാടിന് 80-ൽ ഒരു ദേശത്തിന്റെ കഥയ്ക്കുമാണ്. ഇവിടെ 2 പേരുടെ കൃതി. പിന്നെ നമുക്ക് ഒരു 82 കാലഘട്ടം തൊട്ടങ്ങ് നിർത്തലാക്കി കൃതികൾക്ക് വേണ്ട സമഗ്ര സംഭാവനയ്ക്ക് എന്നാക്കി മാറ്റി ജ്ഞാനപീഠ പുരസ്കാരം. അതുകൊണ്ടാണ് പിന്നീട് കൃതികൾ എന്ന് എടുത്തു പറയാത്ത. തകഴിക്ക് 84-ൽ, MT വാസുദേവൻ നായർക്ക് 95-ൽ, ONV കുറുപ്പിന് 2007-ൽ, അക്കിത്തം അച്യുത നമ്പൂതിരിക്ക് 2019-ൽ ജ്ഞാനപീഠം ലഭിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് അച്യുത നമ്പൂതിരിയുടെ ഒരു വരികൾ ചോദിച്ചിട്ട് അത് ഏത് കൃതിയിലെയാണെന്ന് ചോദിച്ചത്. ഏതായിരുന്നെന്നറിയാമോ? അച്യുത നമ്പൂതിരിയുടെ പ്രശസ്ത വരിയല്ലേ? ഏതാ? നമ്മുടെ വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം. വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം അദ്ദേഹത്തിന്റെ പ്രശസ്ത വരിയല്ലേ? അത് 20-ാം നൂറ്റാണ്ടിലെ ഇതിഹാസം എന്ന കൃതിയിലാണ്. അപ്പൊ അക്കിത്തത്തിന്റെ ഏത് കൃതിയിലാണ് വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം എന്ന് പറയുന്നത്? 20-ാം നൂറ്റാണ്ടിലെ ഇതിഹാസം എന്ന് പറയുന്നത്. ഓർത്തു വെച്ചിരിക്കണേ. ONV കുറുപ്പ് കൊല്ലക്കാരനാ കേട്ടോ. കൊല്ലം ജില്ലക്കാരനാണ് ONV കുറുപ്പ്. ONV കുറുപ്പിന് വയലാർ അവാർഡ് കിട്ടിയ കൃതി ഉപ്പ് എന്ന പ്രശസ്ത കൃതിയാണ് കേട്ടോ. ONV കുറുപ്പിന് വയലാർ അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡൊക്കെ കിട്ടിയത് ഉപ്പിനാണ്. ONVക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് അക്ഷരത്തിനും കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് അഗ്നിശലഭങ്ങൾക്കുമാണ്. അപ്പൊ ONVക്ക്
ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് അക്ഷരത്തിനും, കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് ശലഭങ്ങളും, വയലാർ അവാർഡ് കിട്ടിയത് ഉപ്പിനുമാണ്. വയലാർ അവാർഡ് കിട്ടിയത് ഏതാണ്? ഉപ്പിനുമാണ്. അപ്പൊ ONVക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് 2007 MT വാസുദേവൻ നായർ നമ്മൾ വിളിക്കുന്നതല്ലേ നിളയുടെ കഥാകാരൻ, കൂടല്ലൂരിന്റെ കഥാകാരൻ എന്ന്. നിളയുടെ കഥാകാരനും കൂടല്ലൂരിന്റെ കഥാകാരനും ആരാണ്? MT വാസുദേവൻ നായരാണ് അല്ലേ. MT വാസുദേവൻ നായരുടെ ആദ്യത്തെ എഴുതപ്പെട്ട നോവൽ, ബുക്കാക്കിയ നോവൽ 4 കെട്ടാണ് കേട്ടോ. 4 കെട്ട്. അവസാനമായി എഴുതി നിർത്തിയത് വാരണാസി എന്ന് പറയുന്ന നോവലാണ്. അപ്പൊ MTയുടെ പ്രശസ്ത നോവൽ 4 കെട്ട്, അപ്പുണ്ണി, കോന്തുണ്ണി എന്നീ കഥാപാത്രങ്ങൾ ഏത് കൃതിയിലെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പുണ്ണി, കോന്തുണ്ണി എന്നീ കഥാപാത്രങ്ങൾ MT വാസുദേവൻ നായരുടെ 4 കെട്ടിലെയാണ്. 2ാം ഊഴത്തിന് വയലാർ അവാർഡ് കിട്ടുന്നത്. അപ്പൊ MTക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നത് 4 കെട്ടിന്. MTക്ക് വയലാർ അവാർഡ് കിട്ടിയത് ഏതിനാണെന്നറിയാമോ? അത് ഭീമൻ കേന്ദ്ര കഥാപാത്രമാക്കിയ 2ാം ഊഴമാണ്. ഭീമൻ കേന്ദ്ര കഥാപാത്രം. ഇനി നല്ലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. MT വാസുദേവൻ നായരുടെ ഒരു പ്രശസ്ത കൃതിയല്ലേ മഞ്ഞ്, അതിലെ നായിക കഥാപാത്രങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പറയട്ടെ. MT വാസുദേവൻ നായരുടെ മഞ്ഞിലാണ് സർദാർജി, ബുദ്ധു, വിമല. സർദാർജി, ബുദ്ധു, വിമല എന്നീ കഥാപാത്രങ്ങൾ വരുന്നത് MTയുടെ ഏത് കൃതിയിലാണ്? മഞ്ഞിലെയാണ്. അതുപോലെ MTക്ക് ഒരു അസുരവിത്ത് എന്ന് പറഞ്ഞൊരു പ്രശസ്ത കൃതിയുണ്ട്. ഗോവിന്ദൻകുട്ടി എന്ന കഥാപാത്രം ഏത് കൃതിയിലെന്ന് ചോദിച്ചിട്ടുണ്ട്. ഗോവിന്ദൻകുട്ടി എന്ന കഥാപാത്രം MTയുടെ അസുരവിത്തിലാണ്. അതുപോലെ ഇരുട്ടിന്റെ ആത്മാവ് MTയുടെ ഒരു കൃതിയല്ലേ. ഇരുട്ടിന്റെ ആത്മാവിലെ ഒരു കഥാപാത്രമാണ് ഭ്രാന്തൻ വേലായുധൻ. അപ്പൊ ഇരുട്ടിന്റെ ആത്മാവിൽ ഭ്രാന്തൻ വേലായുധൻ, ഗോവിന്ദൻകുട്ടി അസുരവിത്ത്, ഭീമൻ 2ാം ഊഴം, അപ്പുണ്ണി, കോന്തുണ്ണി 4 കെട്ട്. അതുപോലെ വിമല, സർദാർജി, ബുദ്ധു അതായത് മഞ്ഞ. ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. MTക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് കാലം എന്ന് പറയുന്ന കൃതിക്കാണ്. MTക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് ഏതാണ്? കാലത്തിലെ നായകനാണ് സേതു. കാലത്തിലെ നായകൻ ആരാണ്? സേതു. അപ്പൊ 4 കെട്ടിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കാലത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, 2ാം ഊഴത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് 95 MT മരിച്ചത് ക്രിസ്മസിനാണ് അല്ലേ. കഴിഞ്ഞ ക്രിസ്മസിനാണ് MT വാസുദേവൻ നായർ മരിച്ചത്. അതൊന്ന് ഓർത്തു വെച്ചിരിക്കണേ. അപ്പം നിളയുടെ കഥാകാരനും കൂടല്ലൂരിന്റെ കഥാകാരനും MT വാസുദേവൻ നായരാണ്. നമ്മുടെ ദേശീയ പ്രതിജ്ഞ, കേരളത്തിന്റെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് MT വാസുദേവൻ നായരാണ് കേട്ടോ. തകഴി ശിവശങ്കര പിള്ളയ്ക്ക് 84 കിട്ടിയിട്ടുണ്ട് കേട്ടോ. തകഴിക്ക് ഏത് വർഷമാണ് കിട്ടിയത്? 84. തകഴിക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യം ഏതാണെന്നറിയാമോ? തകഴിക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തലയോട് എന്ന നോവൽ എഴുതിയതാരെന്ന് ചോദിച്ചിട്ടുണ്ട്. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തലയോട് എന്ന നോവൽ എഴുതിയത് നമ്മുടെ തകഴിയാണ്. തകഴിയുടെ ഏണിപ്പടികൾ, ചെമ്മീൻ, അനുഭവങ്ങൾ, പാളിച്ചകൾ, കയർ, ഏറ്റവും പ്രശസ്ത കൃതി കയർ. ഇതൊക്കെ തകഴിയുടെ ആത്മകഥയുടെ പേര് എന്റെ ഓർമ്മയുടെ തീരങ്ങളിലും എന്റെ വക്കീൽ ജീവിതവും. തകഴിക്ക് 2 ആത്മകഥയുണ്ട് കേട്ടോ. തകഴിയുടെ ആത്മകഥയുടെ പേരാണ് ഓർമ്മയുടെ തീരങ്ങളിലും പിന്നെ ഏതാണ്? ഓർമ്മയുടെ തീരങ്ങളിലും എന്റെ വക്കീൽ ജീവിതവും തകഴിയുടെ ആത്മകഥയുടെ പേരാണ്. തകഴിയുടെ ചെമ്മീൻ തകഴിയുടെ അല്ലേ. ചെമ്മീൻ സിനിമയ്ക്ക് നമുക്ക് ചെമ്മീൻ സിനിമയാക്കിയപ്പോൾ ദേശീയ അവാർഡ് കിട്ടി അല്ലേ. മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ട് ദേശീയ അവാർഡ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചായിരുന്നു. മലയാള ദേശീയ അവാർഡ് 65 ദേശീയ അവാർഡ് നേടിയ ആദ്യത്തെ മലയാള സിനിമ ഏതാണ്? ചെമ്മീൻ. 1965 ചെമ്മീന് ദേശീയ അവാർഡ് കിട്ടി അല്ലേ. രാമു കാര്യാട്ടല്ലി സംവിധായകൻ ആണ്. ചെമ്മീൻ സിനിമയുടെ സംവിധായകൻ ആരാണ്? രാമു കാര്യാട്ട്. അതിന്റെ ഛായാഗ്രാഹകനെ ചോദിച്ചിട്ടുണ്ട്. മാർക്കസ് ബഡ്ഡിലി. ചെമ്മീൻ സിനിമയുടെ ഛായാഗ്രാഹകനാണ് മാർക്കസ് ബഡ്ഡിലിയാണ്. ചെമ്മീൻ സിനിമയുടെ തിരക്കഥാകൃത്ത് SL പുരം സദാനന്ദനാണ്. ചെമ്മീൻ സിനിമയുടെ തിരക്കഥാകൃത്താര SL പുരം സദാനന്ദൻ. അപ്പം ചെമ്മീൻ സിനിമയുടെ സംവിധായകൻ രാമു കാര്യാട്ട്, നിർമ്മാതാവ് ബാബു ഇസ്മയിൽ, തിരക്കഥാകൃത്ത് SL പുരം സദാനന്ദൻ, ഛായാഗ്രാഹകൻ മാർക്കസ് ബഡ്ഡിലി. ആലപ്പുഴ ജില്ലയിലെ പുറക്കാട് തുറമുഖമാണ് കൂടുതലും ചിത്രീകരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ തകഴിക്ക് 84 കുട്ടനാടിന്റെ കഥാകാരനാണ് തകഴി കുട്ടൻ. SK പൊറ്റക്കാടിന് 80 അല്ലെ. സഞ്ചാര സാഹിത്യകാരൻ എന്നല്ലേ അറിയപ്പെടുന്നത് SK പൊറ്റക്കാട് ആണ്. സഞ്ചാര സാഹിത്യകാരൻ. അതുകൊണ്ട് നൈൽ ഡയറി, പാതിരാ സൂര്യന്റെ നാട്ടിൽ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രശസ്ത സഞ്ചാര കൃതികളല്ലേ. SK പൊറ്റക്കാടിന് ഏറ്റവും ഫേമസ് കൃതി ഒരു ദേശത്തിന്റെ കഥയാണ് കേട്ടോ. ഒരു ദേശം. അതിരാണിപ്പാടം പശ്ചാത്തലമാക്കി SK പൊറ്റക്കാട് എഴുതിയ നോവൽ ഏതെന്ന് ചോദിച്ചിട്ടില്ലേ. അതിരാണിപ്പാടം പശ്ചാത്തലമാക്കി SK പൊറ്റക്കാട് എഴുതിയത് ഏതാണ്? അത് ഒരു ദേശം.
ആകാശത്തിന്റെ കഥയ്ക്കാണ്. അതുപോലെ നല്ലൊരു പോയിന്റ് ഉണ്ടേ, ഒരു തെരുവിന്റെ കഥ, കോഴിക്കോട് മിഠായി തെരുവ് പോയിട്ടില്ലേ, കുഞ്ഞുണ്ണി എന്ന കഥാപാത്രം, ഓമഞ്ചി, കുഞ്ഞുണ്ണി അല്ല ഓമഞ്ചി എന്ന കഥാപാത്രം കോഴിക്കോട് മിഠായി തെരുവിനെ ആസ്പദമാക്കിയ ഒരു തെരുവിന്റെ കഥയാണ് എസ്.കെ. പൊറ്റക്കാടിന്റെ. അതെ, എസ്.കെ. പൊറ്റക്കാടിന്റെ ആത്മകഥയുടെ പേരെന്താണെന്നറിയാമോ? എന്റെ വഴിയമ്പലങ്ങളാണ് എസ്.കെ. പൊറ്റക്കാടിന്റെ ആത്മകഥയുടെ പേര്. അപ്പൊ 65 80 84 95 2007 2019 പഠിച്ചു വെച്ചിരിക്കണേ. അത് നല്ലൊരു പോയിന്റ് ആയിരുന്നു. ഓക്കെ, ആശാപൂർണ ദേവിയുടെ കൃതി പ്രഥമ പ്രദശ്രുതിയാണ്. ഇനി കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ വർഷങ്ങൾ നമുക്ക് നോക്കാം. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേത കേന്ദ്രം പെരിയാറാണ് വരുന്നത്. 50ഓട് കൂടിയാ വരുന്നത്. പക്ഷെ നമ്മള് 1934 ഒരു ചോദ്യം ഉണ്ടേ, എന്താണെന്നറിയാമോ? 1934 എന്ത് വരുന്നത്? പെരിയാർ ആദ്യം വരുന്നത്. നെല്ലിക്കാമ്പട്ടി സാങ്ച്വറി എന്നും പറഞ്ഞ് ചിത്തിര തിരുനാളിന്റെ കാലഘട്ടത്തിൽ ഇത് രൂപീകരിക്കുന്നുണ്ട്. പക്ഷെ ഇത് വന്യജീവി സങ്കേത കേന്ദ്രം എന്ന് നമ്മൾ അറിയപ്പെടുന്നത് 50ഓട് കൂടിയാണ്. അപ്പൊ 34 പെരിയാർ വന്യജീവി സങ്കേത കേന്ദ്രം വരുന്നു. അന്ന് എന്താ അറിയപ്പെടുന്നത്? നെല്ലിക്കാമ്പട്ടി സാങ്ച്വറി എന്നതാണ്. ആരാ കൊണ്ടുവരുന്നത്? ചിത്തിര തിരുനാളിന്റെ കാലഘട്ടത്തിൽ കേട്ടോ. നെല്ലിക്കാമ്പട്ടി സാങ്ച്വറി. മറ്റൊരു പേര് പറയട്ടെ, പെരിയാറിന്റെ തേക്കടി വന്യജീവി സങ്കേത കേന്ദ്രം എന്നും പറയാം. അപ്പൊ നെല്ലിക്കാമ്പട്ടി സാങ്ച്വറി, തേക്കടി വന്യജീവി സങ്കേത കേന്ദ്രം, പെരിയാർ വന്യജീവി സങ്കേത കേന്ദ്രം എന്നൊക്കെ ചോദിച്ചാൽ ഏതാണ്? അത് നമ്മുടെ പെരിയാർ. 34 വരുന്നത്. 50 അതിനെ വന്യജീവി സങ്കേത കേന്ദ്രമായിട്ട് വരുന്നു. ഇടുക്കിയിൽ ഏറ്റവും വലിയ വന്യജീവി സങ്കേത കേന്ദ്രം പെരിയാറാണ്. ആദ്യത്തതും വലുതും ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേത കേന്ദ്രമാണ് ആദ്യത്തതും വലുതും, അല്ലെ? പെരിയാർ വന്യജീവി സങ്കേത കേന്ദ്രം ഇടുക്കിയിലും പത്തനംതിട്ട ജില്ലയിലും കോട്ടയം ജില്ലയിലുമായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഒരിക്കലും ഇടുക്കി മാത്രമാണെന്ന്. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗം കറക്റ്റ് പെരിയാർ എവിടെ എന്ന് ചോദിച്ചാൽ ഇടുക്കി പറഞ്ഞാൽ മതി. പക്ഷെ പെരിയാർ വന്യജീവി സങ്കേത മേഖലകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം മേഖലകളിൽ കിടപ്പുണ്ട്. നെയ്യാർ പിന്നെ വരുന്നത് നെയ്യാർ 58 അല്ലെ? ചീങ്കണ്ണി പാർക്കൊക്കെ ഉള്ളത് നെയ്യാറിലല്ലേ? മരക്കുന്നം ദ്വീപ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? നെയ്യാർ ചീങ്കണ്ണിയുടെ മുതല സഫാരി കേന്ദ്രം നെയ്യാർ തിരുവനന്തപുരത്ത്. പീച്ചി വാഴാനി തൃശ്ശൂര് 58 തൃശ്ശൂര് പീച്ചി വാഴാനി. അപ്പം വന്യജീവി സങ്കേത കേന്ദ്രം പീച്ചി വാഴാനി തൃശ്ശൂർ. പീച്ചി എന്താ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ബേസിക് ക്വസ്റ്റ്യൻ പറഞ്ഞ പീച്ചി കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ? അല്ലെ? 1975 വന്ന ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പീച്ചി. ഫോറസ്റ്റിന്റെ കാര്യങ്ങളാണ് പീച്ചിയുടെ വർഷം കൂടെ പഠിച്ചേക്കണേ. 75 ഇത് വന്യജീവി സങ്കേത കേന്ദ്രം പീച്ചി ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് 75. ഞാൻ 2 ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ. ഫോറസ്റ്റ് അക്കാദമി എവിടെ? കേരളത്തിൽ ഫോറസ്റ്റ് അക്കാദമി അരിപ്പ, അല്ലെ? ഫോറസ്റ്റ് അക്കാദമി എവിടെയാണ്? തിരുവനന്തപുരം അരിപ്പ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എവിടെ? തിരുവനന്തപുരം വഴുതക്കാട്. ഫോറസ്റ്റ് അക്കാദമി അരിപ്പ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തിരുവനന്തപുരം വഴുതക്കാട്. ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കോട്ടയത്താണ്. ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എവിടെയാണ്? കോട്ടയമാണ്. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പീച്ചി, അല്ലെ? ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? പീച്ചി. ഇന്ത്യയിൽ ഫോറസ്റ്റ് അക്കാദമി എവിടെയാണ്? ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഫോറസ്റ്റ് അക്കാദമി ഒക്കെ ഡെറാഡൂണിലാണ്. ഇന്ത്യയുടെ ഫോറസ്റ്റ് അക്കാദമി ഒക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഡെറാഡൂൺ. പറമ്പിക്കുളം 73 വരുന്നത് കേട്ടോ. പാലക്കാട്. പറമ്പിക്കുളം 73 പാലക്കാട്. നമ്മൾ എന്തൊക്കെയോ പ്രത്യേകത പഠിച്ചിട്ടില്ലേ? പറമ്പിക്കുളം കാട്ടുപോത്തുകളെ സംരക്ഷിക്കുന്നത് റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ സംഘടന, അല്ലെ? റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേത കേന്ദ്രം ഏതാണ്? പറമ്പിക്കുളം. ഏത് വർഷമാണ് പറമ്പിക്കുളം വരുന്നത്? 73. എന്താ റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറഞ്ഞാൽ? വംശനാശ ഭീഷണി നേരിടുന്ന ജീവിജാലങ്ങളുടെ രേഖകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ബുക്കാണ് റെഡ് ഡേറ്റ ബുക്ക്. അത് പുറത്തിറക്കുന്ന സംഘടന IUCN എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇവിടെ IUCN ആണ് റെഡ് ഡേറ്റ ബുക്ക് പുറത്തിറക്കുന്ന സംഘടന. സ്വിറ്റ്സർലൻഡിലെ ജനീവയ്ക്ക് അടുത്തുള്ള ഗ്ലാൻഡ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതാണ് IUCN. അപ്പം ഇന്ത്യയുടെ ലോകത്തിന്റെ ഒരു പരിസ്ഥിതി സംഘടന പോലെ നമുക്കിത് പറയാം. IUCN സ്വിറ്റ്സർലൻഡിലെ ജനീവയ്ക്ക് അടുത്തുള്ള ഗ്ലാൻഡ് ആണ് IUCNന്റെ ആസ്ഥാനം. ഇവരാണ് റെഡ് ഡേറ്റ ബുക്ക് പുറത്തിറക്കുന്നത്, അല്ലെ? ഗ്ലാൻഡ് എന്ന് കേട്ടപ്പോൾ നിങ്ങൾ എന്താ ഓർമ്മ വന്നേ? ഗ്ലാൻഡ് എന്ന് കേട്ടാൽ വേറൊന്നും കൂടെ ഓർമ്മ വരണോടെ. ഒരെണ്ണം നിങ്ങൾ സ്വിറ്റ്സർലൻഡിലെ ജനീവ എന്ന് പറഞ്ഞു, ഒരെണ്ണം നിങ്ങൾ സ്വിറ്റ്സർലൻഡിലെ ജനീവ എന്ന് പറഞ്ഞു. സ്വിറ്റ്സർലൻഡിലെ ജനീവയ്ക്ക് അടുത്തുള്ള ഗ്ലാൻഡ് എന്ന് ഒരെണ്ണം നിങ്ങൾ പറഞ്ഞു, അല്ലെ? IUCN. ഗ്ലാൻഡ് ഒരെണ്ണം കൂടെ ഉണ്ടേ. WWF കേട്ടിട്ടുണ്ടോ? വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. ഒരു പരിസ്ഥിതി സംഘടനയാണ്. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. അതിന്റെ ആസ്ഥാനവും സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ്. അപ്പൊ IUCNന്റെ ആസ്ഥാനവും WWFന്റെ ആസ്ഥാനവും എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ്. അത് ചോദിക്കാം കേട്ടോ. WWFന്റെ ചിഹ്നം അറിയാമോ? ഭീമൻ പാണ്ട. WWFന്റെ ചിഹ്നം എന്താണ്? ഭീമൻ
പാണ്ഡ. അപ്പം IUCN ഗ്ലാൻഡും ഗ്ലാൻഡിലാണ്, WWF ഗ്ലാൻഡിലാണ്. അപ്പൊ റെഡ് ഡേറ്റ ബുക്ക് പുറത്തിറക്കുന്നത് IUCN കാരാണ്. അതിൽ ഉൾപ്പെടുത്ത റെഡ് ഡേറ്റ ഉൾപ്പെട്ട കേരളത്തിലെ വന്യജീവി സങ്കേത കേന്ദ്രം ഏതാ? പറമ്പിക്കുളം, പാലക്കാട്. പിന്നെന്താ പ്രത്യേകത പറമ്പിക്കുളത്തിന്? പറമ്പിക്കുളത്തിന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന പ്രത്യേകത, ഇത് കേരളത്തിലൂടെ പ്രവേശന കവാടമില്ല. തമിഴ്നാട്ടിലെ പൊള്ളാച്ചി വഴി മാത്രം പ്രവേശന കവാടമുള്ള കേരളത്തിലെ വന്യജീവി സങ്കേത കേന്ദ്രം ഏതാ? പറമ്പിക്കുളമാണ്. തമിഴ്നാട്ടിലെ പൊള്ളാച്ചി വഴി മാത്രം. അതുപോലെ അടുത്ത വയനാട്, അതും 73 വന്നു. വയനാട് വന്യജീവി സങ്കേത കേന്ദ്രം വയനാട് ജില്ലയിൽ തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തത്, ഒന്നാമത്തത് പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേത കേന്ദ്രം വയനാട് അല്ലെ. തോൽപ്പെട്ടി വന്യജീവി സങ്കേത കേന്ദ്രം, മുത്തങ്ങ വന്യജീവി സങ്കേത കേന്ദ്രം, ബേഗൂർ വന്യജീവി സങ്കേത കേന്ദ്രം എന്നൊക്കെ വയനാടിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. തോൽപ്പെട്ടി, മുത്തങ്ങ, ബേഗൂർ എന്നൊക്കെ വിളിക്കുന്നത് വയനാട് വന്യജീവി സങ്കേതം. ഇടുക്കി വന്യജീവി സങ്കേത കേന്ദ്രം എന്നും പറഞ്ഞു ഒരെണ്ണമുണ്ട് നമുക്ക്. 1976 വന്നു. പിന്നെ പേപ്പാറ 83 വന്നു. തട്ടേക്കാട് പക്ഷി സങ്കേത കേന്ദ്രം വന്യജീവി സങ്കേത കേന്ദ്രത്തിൽ കൂട്ടിയിരിക്കുക 83 വന്നു. എറണാകുളം, എന്താ തട്ടേക്കാടിന്റെ പ്രത്യേകത? എറണാകുളം കോതമംഗലത്ത് എന്താ പ്രത്യേകത? കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേത കേന്ദ്രമായിട്ടും പറയുന്നില്ലേ? കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേത കേന്ദ്രം തട്ടേക്കാട് പക്ഷി സങ്കേത കേന്ദ്രം 83 വരുന്നത് കേട്ടോ. ഏറ്റവും വലുത് തട്ടേക്കാട്, സലീം അലിയുടെ പേരിലല്ലേ സലീം അലി പക്ഷി സങ്കേത കേന്ദ്രം എന്ന് പറയാറുണ്ട്. ചെന്തുരുണി, നമ്മുടെ കൊല്ലം ജില്ലയിൽ 84 ചെന്തുരുണി 84 വന്നു. ചെന്തുരുണി ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേത കേന്ദ്രം. കേരളത്തിന്റെ രണ്ടാം സൈലന്റ് വാലി എന്ന് അപരനാമമുള്ള വന്യജീവി സങ്കേത കേന്ദ്രവും ചെന്തുരുണിയാണ്. രണ്ടാം സൈലന്റ് വാലി കേട്ടോ. ചിന്നാർ 84, ഇടുക്കി നക്ഷത്രയാമകളെ കാണപ്പെടുന്നത്, ചാമ്പൽ മലയണ്ണാനെ കാണപ്പെടുന്നതൊക്കെ ചിന്നാറല്ലേ. ചിമ്മിനി 84 തൃശൂർ, ആറളം 84 കണ്ണൂർ. കണ്ടോ 84 ചാവച്ചു തുടങ്ങിയ 3 84 വന്നാണ്ടോ. ചെന്തുരുണി 84 കൊല്ലം, ചിന്നാർ 84 ഇടുക്കി, ചിമ്മിനി 84 തൃശൂർ. കണ്ടോ അതിന്റെ കൂടെ ആറളവും കൂടെ പഠിച്ചേരെ 84 കണ്ണൂര്. അത് കഴിഞ്ഞ പരീക്ഷയ്ക്കും ചോദിച്ചു. ചിന്നാറിനെ കുറിച്ച് താഴെ പറയുന്ന സെന്റൻസുകൾ സ്റ്റേറ്റ്മെന്റ് വന്നു. അപ്പൊ 84 നിലവിൽ വന്നേ. അപ്പൊ ഇത് വെച്ച് പഠിച്ചുകൂടെ? ചാവച്ച് വന്ന 3 പേരും 84. ഏതൊക്കെയാ? ചെന്തുരുണി 84 കൊല്ലം, ചിന്നാർ 84 ഇടുക്കി, ചിമ്മിനി 84 തൃശൂർ, ആറളവും 84. മംഗളവനം 2004 കൂടി വന്നു എറണാകുളത്ത് അല്ലെ. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനമല്ലേ. ഒരു നഗര ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേത കേന്ദ്രം മംഗളവനമല്ലേ. കേരള ഹൈക്കോടതിയുടെ തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേത കേന്ദ്രം മംഗളവനമല്ലേ. കണ്ടൽ കാടുകൾ നിറഞ്ഞ പക്ഷി സങ്കേത കേന്ദ്രവും മംഗളവനമാണ്. കൊച്ചിയുടെ ശ്വാസകോശമെന്നും നഗര ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നതും കേരള ഹൈക്കോടതിയുടെ തീരത്തായിട്ട് അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നതും കണ്ടൽ കാടുകൾ നിറഞ്ഞ പക്ഷി സങ്കേത കേന്ദ്രം ഏതാണ്? മംഗളവനം. പിന്നെന്താ ഇമ്പോർട്ടന്റ് ചോദ്യം മംഗളവനത്തിന്? കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേത കേന്ദ്രം. കേരളത്തിലെ ഏറ്റവും വലുത് തട്ടേക്കാട് എന്ന് പഠിച്ചു. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേത കേന്ദ്രം മംഗളവനം. കണ്ടോ അടുത്തത് ഒരു കുറിഞ്ഞിമല, ഒരു പൂവിന്റെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേത കേന്ദ്രം കുറിഞ്ഞിമല പക്ഷി സങ്കേത കേന്ദ്രം ഇടുക്കി. ചുനനൂർ മയിൽ സങ്കേത കേന്ദ്രം പാലക്കാട്. KK നീലകണ്ഠന്റെ പേരിൽ അല്ലെ കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ചുലനൂർ പക്ഷി സങ്കേത കേന്ദ്രം കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം 2007 കൂടി പാലക്കാട്. മലബാർ വരുന്നത് 2009 കോഴിക്കോട്. കൊട്ടിയൂർ 2011 കണ്ണൂര്. അവസാനമായി നിൽക്കുന്നത് കരിമ്പുഴ വന്യജീവി സങ്കേത കേന്ദ്രം 2019 കൂടി മലപ്പുറമാണ് കരിമ്പുഴ. അപ്പൊ കൊട്ടിയൂര് കണ്ണൂര് 2 ഉണ്ട്. ഏതൊക്കെയാ? ആറളവും കൊട്ടിയൂരും കണ്ണൂരാണ്. കോഴിക്കോട് ഏതാ? മലബാർ പക്ഷി സങ്കേത കേന്ദ്രം. ഓക്കെ ഓർത്ത് വെച്ച് മലബാർ വന്യജീവി സങ്കേത കേന്ദ്രം കോഴിക്കോട്. ചുലനൂറിന്റെ മറ്റു പേരൊക്കെ എന്തൊക്കെ? KK നീലകണ്ഠന്റെ പേരിലും അറിയപ്പെടുന്നുണ്ട്, ഇന്ദുചൂടന്റെയും. അതുപോലെ കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം എന്നറിയപ്പെടുന്നത് ഏതാണ്? ചുലനൂർ പക്ഷി സങ്കേതം. അപ്പൊ കുറിഞ്ഞിമല ഏതാ? അത് ഇടുക്കിയിലാണ്. മംഗളവനം ചെറുതാണ്, ഏറ്റവും ചെറുതാണ് മംഗളവനം. അടുത്ത ഇന്ത്യയിലെ പ്രധാന ദേശീയ ജലപാതകൾ. NW1 പഠിച്ചു വെച്ചിരിക്കണേ. അലഹബാദ് ഹാൽഡിയ. NW1 ഏതാണ്? അലഹബാദ് ഹാൽഡിയ ദേശീയ ജലപാത. അലഹബാദ് 3 നദിയിലായിട്ടാണ്. ഗംഗയും അവയുടെ പോഷക നദിയായ ഹൂഗ്ലി, ഭഗീരഥി. ഗംഗയും ഹൂഗ്ലിയും ഭഗീരഥി 1620 കിലോമീറ്റർ ആണ് നീളങ്ങൾ. ചിലതിലൊക്കെ വേറെ വേറെ വരുന്നുണ്ട്, പക്ഷെ ഒരുവിധം കറക്റ്റ് ഇതാണ്. എന്നാലും ചിലതിൽ മാറ്റം ഉണ്ടാവും കേട്ടോ ഇതിന്റെ നിർദ്ദിഷ്ട പാത വരുമ്പോഴേ. അപ്പം അലഹബാദ് ഹാൽഡിയാണ് ദേശീയ ജലപാത 1. ഏത് നദിയിലാണ്? ഗംഗയും ഹൂഗ്ലിയും ഭഗീരഥിയും. ദേശീയ ജലപാത 2 ആസാമിലെ സാധ്യ മുതൽ ദുബ്രി വരെയാണ്. ദേശീയ ജലപാത 2 ആസാമിലെ സാധ്യ മുതൽ ദുബ്രി വരെയാണ്. അത് ബ്രഹ്മപുത്ര നദിയിലാണ്. ബ്രഹ്മപുത്ര നദിയിൽ
891 കിലോമീറ്റർ. ദേശീയ ജലപാത 3 കൊല്ലം കോഴിക്കോട്, നേരത്തെ കോട്ടപ്പുറം വരെയായിരുന്നു, ഇപ്പൊ കോഴിക്കോട് വരെ നീട്ടിയിട്ടുണ്ട്. അതിനെ വിളിക്കുന്ന അപരനാമമാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ, ചാമ്പക്കര ഉദ്യോഗ മണ്ഡലം എന്നൊക്കെ കേട്ടോ. 365 കിലോമീറ്റർ. അപ്പൊ കൊല്ലം കോഴിക്കോടാണ് NW3, നമ്മുടെ ദേശീയ ജലപാത NW3 ആണ്. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് വിളിക്കുന്നുണ്ട്. NW4 ആണ് കാക്കിനാട പുതുച്ചേരി. NW4 ഏതാ? കാക്കിനാട പുതുച്ചേരി. 2 നദിയിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു, ഗോദാവരിയും കൃഷ്ണയും. 2890 കിലോമീറ്റർ വരെ പോകുന്നുണ്ടെന്ന, മൊത്തം എത്തിയിട്ടില്ല. 890 നിർദ്ദിഷ്ട പാതയായിട്ട് വരുന്നുണ്ട്. NW5 താൽച്ചർ മുതൽ ധാമ്ര വരെയാണ്. താൽച്ചർ മുതൽ ധാമ്ര വരെ ഒഡീഷ, പശ്ചിമ ബംഗാളായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. ബ്രാഹ്മിണി, മഹാനദി നദികളിലാണ്. 588 കീഴ്. NW6 ലക്കിപ്പൂർ ബാംഗ്ര, ആസാമിലെ ലക്കിപ്പൂർ ബാംഗ്രയും ബറാക്ക് നദിയിലാണ്. 71 കിലോമീറ്റർ ആണ്. അപ്പൊ ഒന്നും കൂടെ നോക്കാം. NW1 പറഞ്ഞ് NW1 അലഹബാദ് ഹാൽഡിയ, ഗംഗ, ഹൂഗ്ലി, ഭഗീരഥി. NW2 ഏതാണ്? NW2 സാദിയ, ദുബ്രി, ബ്രഹ്മപുത്ര നദിയിൽ. NW4 ഏതാണ്? കൊല്ലം കോഴിക്കോട്, വെസ്റ്റ് കോസ്റ്റ് കനാൽ. NW4 ഏതാണ്? കാക്കിനാട പുതുച്ചേരി, ഗോദാവരി കൃഷ്ണ നദിയിലും. NW5 താൽച്ചർ മുതൽ ധാമ്ര വരെ ഒഡീഷ, പശ്ചിമ ബംഗാൾ, ബ്രാഹ്മിണി, മഹാനദി നദിയിലെ. NW5 ഈസ്റ്റ് കോസ്റ്റ് കനാൽ കേട്ടോ, അവിടെ എഴുതാൻ വിട്ടുപോയി. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് NW5 ആണ്. NW6 ആണ് ലക്കിപ്പൂർ ബാംഗ്ര, ബറാക്ക് നദി. അപ്പം ഇത് ഉറപ്പായിട്ട് വരാൻ സാധ്യതയുണ്ട്. ദേശീയ ഉൾനാടൻ ജല അതോറിറ്റിയുടെ ആസ്ഥാനം എവിടാന്നറിയാമോടെ? ഉത്തർപ്രദേശിലെ നോയിഡയാണ്. ദേശീയ ഉൾനാടൻ ജല അതോറിറ്റി ഇത് നിയന്ത്രിക്കുന്നത് അവരാണ്. ഇതിന്റെ ആസ്ഥാനം ഉത്തർപ്രദേശിലെ നോയിഡ. അപ്പൊ NW1 അലഹബാദ് ഹാൽഡിയ, NW2 സാദിയ, ദുബ്രി, NW3 കൊല്ലം കോഴിക്കോട്, NW4 കാക്കിനാട പുതുച്ചേരി, NW5 താൽച്ചർ മുതൽ ധാമ്ര വരെ, NW6 ലക്കിപ്പൂർ ബാംഗ്ര. നദികൾ ഇട്ട് കൊടുക്കാം. NW1 ഗംഗയും അവയുടെ പോഷക നദിയും, NW2 ബ്രഹ്മപുത്ര, NW3 വെസ്റ്റ് കോസ്റ്റ് കനാൽ, NW4 ഗോദാവരി കൃഷ്ണ, NW5 ബ്രാഹ്മിണി മഹാനദി, NW6 ബറാക്ക് നദിയില്. ഇനി കേരളത്തിലെ പ്രധാനപ്പെട്ട കലാരൂപങ്ങൾ ചിലപ്പോൾ ചോദിച്ചാലോ? നമുക്കൊന്ന് നോക്കാം. കേരളത്തിലെ പ്രധാനപ്പെട്ട കലാരൂപങ്ങൾ. ഗദ്ദിക എന്ന കലാരൂപം വയനാട്ടിലാണ്. ഗദ്ദിക എവിടെയാണ്? വയനാട്. ലോക പ്രശസ്തനാക്കിയത് ആരാന്നറിയാമോ? ഈ ഗദ്ദിക കലാരൂപത്തെ പുറം ലോകത്ത് കൊണ്ടുവന്നത് P.K. കാളനാണ്. ഗദ്ദിക കലാരൂപത്തെ പുറം ലോകം കൊണ്ടുവന്നത് ആരാണ്? P.K. കാളൻ. അടിയാള ഗോത്ര വിഭാഗക്കാരാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഗദ്ദിക കലാരൂപം അവതരിപ്പിക്കുന്നത് ആരാണ്? അടിയാളം. യക്ഷഗാനം കാസർഗോഡ് ജില്ലയിലാണ്. കർണാടകയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടല്ലേ കാസർഗോഡ്. യക്ഷഗാനം കാസർഗോഡ്. കർണാടകയുടെ ഔദ്യോഗിക നൃത്തം ഏതാ? കർണാടകയുടെ ഔദ്യോഗിക നൃത്തം യക്ഷഗാനമാണ് അല്ലെ. തമിഴ്നാടിന്റെ ഔദ്യോഗിക നൃത്തം അല്ലെ ഇന്ത്യയുടെ ഔദ്യോഗിക നൃത്തം ആണ്. തമിഴ്നാടിന്റെയും ഇന്ത്യയുടെ ഔദ്യോഗിക നൃത്തം ഭരതനാട്യമാണ്. കേരളത്തിന്റെ ഔദ്യോഗിക നൃത്തം ഏതാ? മോഹിനിയാട്ടം. കേരളത്തിൻ്റെത് മോഹിനിയാട്ടം, തമിഴ്നാടിൻ്റെത് ഭരതനാട്യം, കർണാടകയുടേത് യക്ഷഗാനം, ആന്ധ്രാപ്രദേശിന്റെയാണ് കുച്ചിപ്പുടി. ആന്ധ്രാപ്രദേശിന്റെ നൃത്തരൂപം ഏതാണ്? കുച്ചിപ്പുടി. ഒരു പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിച്ചു, ഒരു ഗ്രാമത്തിന്റെ പേരിൽ തുടങ്ങിയ നൃത്തരൂപമാണ് കുച്ചിപ്പുടി. കുചേലപുരം ഗ്രാമം എന്നങ്ങാണ്ട ഒരു കുചേലപുരം ഗ്രാമത്തിന്റെ പേരിൽ തുടങ്ങിയ നൃത്തരൂപം ഏതാണ്? കുച്ചിപ്പുടി. ഇനി ഏറ്റവും നല്ലൊരു ചോദ്യം ചോദിക്കട്ടെ. നൃത്തങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന നൃത്തം ഏതാണെന്ന് അറിയാമോ? നൃത്തങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന നൃത്തം ബംഗ്ര കേട്ടോ. ബംഗ്ര. നൃത്തങ്ങളുടെ രാജാവ് ഏതാണ്? ബംഗ്രയാണ്. പഞ്ചാബിലെ ബംഗ്ര നദിയാണ് നൃത്തങ്ങളുടെ രാജാവ് എന്ന് വിളിക്കുന്നത് അല്ലെ. ചലിക്കുന്ന ശില്പം എന്ന് വിളിക്കുന്ന നൃത്തം ഒഡീസിയ. ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന നൃത്തം ഏതാണ്? ഒഡീസി. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തം ഭരതനാട്യമാണ്. ചലിക്കുന്ന കാവ്യം ഏതാണ്? ഭരതനാട്യമാണ് ചലിക്കുന്ന കാവ്യം. ഇപ്പൊ ചലിക്കുന്ന നൃത്തം ഒഡീസി, ചലിക്കുന്ന കാവ്യം ഏതാണ്? ഭരതനാട്യമാണ്. ബംഗ്ര എവിടെയാണ്? പഞ്ചാബിലെ. ഗർഭ എന്ന നൃത്തം ചോദിച്ചിട്ടുണ്ട്. ഗർഭ ഗുജറാത്ത്. ഗാ പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഗർഭ നൃത്തം എവിടെയാണ്? ഗുജറാത്തിലാണ് ഗർഭ നൃത്തം. അപ്പൊ ബംഗ്ര പഞ്ചാബിലാണെങ്കിൽ ഗർഭ എവിടെയാണ്? ഗുജറാത്തിലാണ്. തമാശ എന്ന നൃത്തരൂപം മഹാരാഷ്ട്രയിലാണ്. തമാശ എന്ന നൃത്തരൂപം എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് തമാശ. ചാക്രി എന്ന നൃത്തരൂപം, ചാക്രി മധ്യപ്രദേശിലെ നൃത്തരൂപത്തെയാണ് ചാക്രി എന്ന് വിളിക്കുന്നത്. ഏതാണ്? മധ്യപ്രദേശിലെ. കഥക്ക് ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശിലാണ്. കഥക്ക്
എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. അപ്പൊ ചാക്രി മധ്യപ്രദേശ്, തമാശ മഹാരാഷ്ട്ര, തമാശയൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കയാൽ എന്നും പറഞ്ഞ ഒരെണ്ണം ഉണ്ടേ, കയാൽ രാജസ്ഥാൻ. ഇത് ഒരു പരീക്ഷയിലെ ഡിഗ്രി ലെവലിന് പരീക്ഷയ്ക്ക് ചോദിച്ചത് കൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പൊ ആസാമിലെ നൃത്തരൂപം പഠിച്ചിട്ടില്ലല്ലോ, ആസാമിലെയും ചോദിച്ചു കേട്ടോ. സാത്രിയ, ആസാമിലെ ഏറ്റവും ക്ലാസിക്കൽ നൃത്തരൂപം പഠിച്ചു വെച്ചിരിക്കണേ. ആസാമിലെ ഏറ്റവും ക്ലാസിക്കൽ നൃത്തരൂപം ഏതാണ്? സാത്രിയ. സാത്രിയ, അനഗിയ നട്, ഇതൊക്കെ ആസാമിലെ നൃത്തരൂപം. ബിഹുവും പഠിച്ചേക്കണം കേട്ടോ. ബിഹു, സാത്രിയ, അനഗിയ നട്, ബിഹു, ഇതൊക്കെ ആസാമിലാണ് കേട്ടോ. ഗർഭ ഗുജറാത്ത്, ഭംഗ്ര പഞ്ചാബ്, തമാശ മഹാരാഷ്ട്ര, ചാക്രി മധ്യപ്രദേശ്, കയാൽ രാജസ്ഥാൻ, കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശ്, യക്ഷഗാനം കർണാടക, ഭരതനാട്യം തമിഴ്നാട്, മോഹിനിയാട്ടം കേരളം. സെറ്റാണോ? സെറ്റാണ്. ഇനി കേരളത്തിലേക്ക് തിരിച്ചു വരാം. അപ്പൊ യക്ഷഗാനം കാസർഗോഡ്. പാർത്ഥിസുബ്ബ എന്ന് പറയുന്ന ഒരാളാണ് യക്ഷഗാനത്തിന്റെ പിതാവാരെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പാർത്ഥിസുബ്ബ, ബയലാട്ടം എന്നൊക്കെ വിളിക്കുന്ന യക്ഷഗാനത്തെയാണ്. ഇതാണ് മീനാക്ഷി കല്യാണം എന്നൊരു ആചാരം കിടക്കുന്നുണ്ടോ? അത് പാലക്കാട് ജില്ലയിലെ ഒരു ആചാരമാണ് മീനാക്ഷി കല്യാണം. പടയണി എന്ന് പറയുന്നത് പത്തനംതിട്ട, കടമനിട്ട, ഓതറ എന്നീ പ്രദേശങ്ങളിലാണ് പടയണി വരുന്നത് കേട്ടോ. പത്തനംതിട്ട ജില്ലയിലെ കടമനിട്ട, ഓതറ എന്നീ സ്ഥലങ്ങളിൽ കണ്ടുവരുന്ന ഏതാണ്? പടയണി. പടയണിക്ക് ഉപയോഗിക്കുന്ന വാദ്യം ഏതാണ്? പടയണിക്ക് ഉപയോഗിക്കുന്ന വാദ്യം തപ്പ്. പടയണിക്ക് ഉപയോഗിക്കുന്ന വാദ്യം ഏതാണ്? തപ്പ്. കൂടിയാട്ടത്തിനും കൂത്തിനും ഏതാ? അത് മിഴാവ. കൂടിയാട്ടത്തിനും കൂത്തിനും മിഴാവ്, പടയണിക്ക് തപ്പ്, സോപാന സംഗീതത്തിന് ഇടയ്ക്ക. അല്ലെ, സോപാന സംഗീതത്തിന് ഏതാണ്? ഇടയ്ക്ക. അർജുന നൃത്തം കോട്ടയമാണ്. ആലപ്പുഴയിലെ കുറച്ച് ഭാഗത്തുണ്ട്, മെയിൻ ആയിട്ട് കോട്ടയമാണ്. തെയ്യം നമുക്കറിയാം അല്ലെ, കണ്ണൂരാണ് തെയ്യം. പുലികളിയും കുമ്മാട്ടിക്കളിയും തൃശ്ശൂര്, കണ്യാർകളി പാലക്കാട് കേട്ടോ. നേരത്തെ മീനാക്ഷി കല്യാണോ പാലക്കാട്. കുതിരകളി എന്നൊരു ആചാരം കണ്ടോ? അത് മലപ്പുറത്താ, കുതിരകളി. കാക്കാരശ്ശി നാടകം തിരുവനന്തപുരത്താണ്. കാക്കാരശ്ശി നാടകം ഏതാണ്? തിരുവനന്തപുരത്ത്. പൊറാട്ട് നാടകം പാലക്കാട്. പാലക്കാട് ഒത്തിരി പഠിച്ചു. ഏതൊക്കെയാ? നമ്മുടെ മീനാക്ഷി കല്യാണം, കന്യാർകളി, പൊറാട്ട് നാടകം. പിന്നെ ഉണ്ടല്ലോ ആര്യമാല നാടകം, നമ്മൾ പഠിച്ചിട്ടില്ലേ? ആര്യമാല നാടകം, മീനാക്ഷി കല്യാണം ഒക്കെ പാലക്കാടാണ്. കഴിഞ്ഞ ഒരു LDC പരീക്ഷയ്ക്ക് നീലംപേരൂർ പടയണി എവിടെയെന്ന് ചോദിച്ചു. വെറും പടയണി എന്ന് ചോദിച്ചാൽ നിങ്ങൾ പത്തനംതിട്ടയിലെ കടമനിട്ട, ഓതറ എന്ന് പറഞ്ഞാൽ മതി. നീലംപേരൂർ പടയണി എന്ന് എടുത്തു ചോദിച്ചാൽ ആലപ്പുഴ ജില്ലയിലാണ് പറയേണ്ടത്. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലെ ഒരു സ്ഥലമാണ് നീലംപേരൂർ. അവിടെയാണ് നീലംപേരൂർ പടയണി അവതരിപ്പിക്കുന്നത്. ഓർത്ത് വെച്ചിരിക്കണേ. അപ്പൊ ആര്യമാല നാടകം, മീനാക്ഷി കല്യാണം, പൊറാട്ട് നാടകം, കന്യാർകളി, ഇതൊക്കെ എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ ആ കലാരൂപങ്ങളാണ്. അടുത്ത നോക്കാം നമുക്ക്. അടുത്തത് ഏറ്റവും നല്ലൊരു ചോദ്യത്തിലേക്ക് വരുന്നു. നിങ്ങളുടെ ടോപ്പിക്കിൽ ഉള്ളത് തന്നെയാണ്. നോക്കേ, അതെന്താണ്? ഡേറ്റ വിനിമയ ഉപകരണങ്ങൾ എന്നും പറഞ്ഞ് ഡിഗ്രി ലെവലിന്റെ ടോപ്പിക്കിലുണ്ട്. നമുക്ക് കുറച്ച് ഡേറ്റ വിനിമയ ഉപകരണങ്ങൾ നോക്കാം. ഹബ്ബ്, ഒന്നാമത്തെ ഏതാണ്? ഹബ്ബ്. ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ വിവരം കൈമാറ്റം നിയന്ത്രിക്കാനുള്ള ഉപകരണം. ഒരു നെറ്റ്വർക്കേ അവിടെ വരുത്തുള്ളൂ. കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള വിവരം കൈമാറ്റം നിയന്ത്രിക്കാനുള്ള ഉപകരണം. ഒരു നെറ്റ്വർക്കിലെ എല്ലാ കമ്പ്യൂട്ടറുകളും നേരിട്ട് ബന്ധിപ്പിച്ചായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ അവിടെ ഒരു നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ വിവരങ്ങൾ കൈമാറാൻ നിയന്ത്രിക്കുന്ന ഉപകരണത്തെ എന്ത് വിളിക്കാം? ഹബ്ബ് എന്ന് വിളിക്കാം. എല്ലാ കമ്പ്യൂട്ടറുകളും ഇതിൽ നേരിട്ടായിരിക്കും ബന്ധിപ്പിച്ചിരിക്കുന്നത്. അടുത്ത സ്വിച്ച്. ഏത് കമ്പ്യൂട്ടറിലാണോ വിവരം എത്തിക്കേണ്ടത് അതിലേക്ക് മാത്രം നിർദ്ദേശം അയക്കുന്ന ഒരു ഉപകരണം കേട്ടോ. ഏത് കമ്പ്യൂട്ടറിലാണോ വിവരം അയക്കേണ്ടത് അതിലേക്ക് മാത്രം നിർദ്ദേശം അയക്കുന്ന ഉപകരണം ഏതാ? സ്വിച്ച് ആണ്. നിരവധി കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് ഒരു ശൃംഖല രൂപീകരിക്കാൻ ശേഷിയുള്ള നിർമ്മിത ബുദ്ധിയോടുകൂടിയ ഒരു ഉപകരണത്തെയാണ് സ്വിച്ച്. നിരവധി കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ചിട്ട് ഒറ്റ ശൃംഖലയിൽ രൂപീകരിക്കുന്നതാണ് സ്വിച്ച് എന്ന് വിളിക്കുന്നത്. അത് ചോദിച്ചിട്ടുണ്ട്. റൂട്ടർ. IP അഡ്രസ്സിന്റെ അടിസ്ഥാനത്തിൽ ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കുക. IP അഡ്രസ്സിന്റെ അടിസ്ഥാനത്തിൽ ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കുന്നത് ഏതാ? റൂട്ടർ ആണ്. ബ്രിഡ്ജ് ഏതാണ്? ബ്രിഡ്ജ് ഒരു കമ്പ്യൂട്ടർ ശൃംഖലയിൽ പല വിഭാഗങ്ങളായി വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഒരു കമ്പ്യൂട്ടർ ശൃംഖലയെ പല വിഭാഗങ്ങളായി വേർതിരിക്കുന്നത് ബ്രിഡ്ജ്. അപ്പൊ റൂട്ടറും ബ്രിഡ്ജും നോക്കെ IP അഡ്രസ്സിന്റെ അടിസ്ഥാനത്തിൽ ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിച്ചു പോകുന്ന റൂട്ടർ. ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ഒരു കമ്പ്യൂട്ടർ ശൃംഖല വന്നിട്ട് അതിനെ പല വിഭാഗങ്ങളായി വേർതിരിച്ച് മാറ്റുന്നത് ബ്രിഡ്ജ് ആയിരിക്കും അല്ലെ. ഗേറ്റ് വേയും നല്ല ചോദ്യം. വ്യത്യസ്ത രീതിയിൽ പല നെറ്റ്വർക്ക് വരുത്തില്ലേ, അവരെ പരസ്പരം ബന്ധിപ്പിക്കാൻ വരുന്നതും ഉപകരണമായിട്ടാണ് ഗേറ്റ് വേ വരേണ്ടത്. വ്യത്യസ്ത രീതിയിലുള്ള നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഒരു ശൃംഖലയിൽ നിന്നും മറ്റൊരു ശൃംഖലയിലേക്ക് പ്രവേശന കവാടമായിട്ട് ഉപയോഗിക്കാൻ ഗേറ്റ് വേ ഉപയോഗിക്കാം. വിവിധ തരത്തിലുള്ള പ്രോട്ടോകോളുകൾ പ്രവർത്തിക്കുന്ന നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതാണ് ഗേറ്റ് വേ. റിപ്പീറ്റർ.
വിനിമയ മാധ്യമത്തിലൂടെ വരുന്ന ശക്തി കുറഞ്ഞ വൈദ്യുത കാന്തിക പ്രകാശ തരംഗങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഉപകരണം. വിനിമയ മാധ്യമത്തിലൂടെ വരുന്ന ശക്തി കുറഞ്ഞ വൈദ്യുത കാന്തിക പ്രകാശ തരംഗങ്ങളില്ലേ, അതിനെ ശക്തിപ്പെടുത്തുന്ന ഉപകരണമാണ് റിപ്പീറ്റർ എന്ന് വിളിക്കുന്നത്. അത് നല്ലൊരു പോയിന്റ് ആണ്. മോഡം, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മോഡുലേറ്റർ, ഡിമോഡുലേറ്റർ അല്ലെ, ഒരു ഡേറ്റ ടെർമിനൽ ഉപകരണമായിട്ടേക്കും ഡിജിറ്റൽ സിഗ്നലോ അനലോഗ് സിഗ്നലോ ഒക്കെ തിരിച്ച് മാറ്റാൻ കഴിവ് ഇതിന്. ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗായിട്ട് തിരിച്ച് മാറ്റാനും കഴിവുള്ള ഉപകരണമായിട്ടാണ് നമ്മുടെ മോഡത്തിനെ യൂസ് ചെയ്യുന്നത്. അത് നല്ലൊരു ക്വസ്റ്റ്യൻ. ഇനി ഉപദ്വീപീയ നദികൾ നമുക്ക് നോക്കാം. അതിനു മുമ്പ് പ്രധാനപ്പെട്ട നദികളെയും കൂടെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഉപദ്വീപീയ നദികൾ എഴുതുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട നദികളെ ഒന്ന് എഴുതിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട നദി സിന്ധു അല്ലെ. സിന്ധുവിനെ കുറിച്ച് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്നും. കറക്റ്റ് 2000 പല ബുക്കിലും പലതാ കിടക്കുന്നത്. 2880 കിലോമീറ്ററിന് കൂടുതലും പറയുന്നത് ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിച്ചു. സിന്ധുവിന്റെ പല പോഷക നദികൾ പറഞ്ഞ് ചലം, ചിനാബ്, രവി, സത്ലജ്, ബിയാസ് അല്ലെ. ചലം, ചിനാബ്, രവി, സത്ലജ്, ഇത് നല്ലോണം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓർമ്മയുണ്ടോ? ജലവൈദ്യുത പദ്ധതികൾ നദികൾ പഠിച്ചു വെക്കണേ എന്ന് പറഞ്ഞില്ലേ. ദുൽഹസ്തി പവർ പ്രോജക്റ്റ്, എനിക്ക് തോന്നുന്നു 2ാമത്തെ ചാപ്റ്ററിലെങ്ങാണോ ആയിരിക്കും, 2ാമത്തെ പാർട്ട്. ദുൽഹസ്തി പവർ പ്രോജക്റ്റ്, ബെഗ്ലിഹാർ, ഉറി ജലവൈദ്യുത പദ്ധതി, കിഷൻ ഗംഗ. ഉറിയും കിഷൻ ഗംഗയും ചലം നദിയിലും, ദുൽഹസ്തിയും ബെഗ്ലിഹാറും ചിനാബ് നദി, ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ടില്ലേ ഇവിടെ. അതുപോലെ ബിയാസ് പഠിപ്പിച്ചിട്ടില്ലേ. സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദി ബിയാസ്, ഏറ്റവും വലുത് ചിനാബാണ്. ബിയാസ് പോങ് അണക്കെട്ടിലാണ്. പോങ് അണക്കെട്ട് ബിയാസ് നദിയിൽ കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി. അതുപോലെ സത്ലജ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബക്രാനഗൽ അണക്കെട്ട് ഏത് നദിയിലെന്ന്? സത്ലജ്, ഇന്ദിരാഗാന്ധി കനാൽ സത്ലജ് നദിയിൽ. അതൊക്കെ ഒഴുകുന്നത് ജമ്മു കാശ്മീരിലെ ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമാക്കിയാണ്. അതുകൊണ്ട് സിന്ധു മാത്രം ഒഴുകുന്ന ഏക പ്രദേശം ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുകയാണ്. എത്തിച്ചേരുന്നത് അറബിക്കടലിലാണ് കേട്ടോ. ഹിമാലയ നദികളിൽ ഒരാൾ മാത്രമേ അറബിക്കടലിൽ പതിക്കത്തുള്ളൂ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഹിമാലയ നദികളിൽ അറബിക്കടലിൽ പതിക്കുന്ന ഒരേ ഒരു നദി ഏതാണ്? സിന്ധു നദിയാണ്. അടുത്ത നോക്കേ, ഗംഗ 2525 കിലോമീറ്റർ. അതായത് ഉത്തരാഖണ്ഡിലെ ഹിമാനിയിലെ ഗംഗോത്രിയിൽ നിന്ന് ഉത്ഭവിച്ചു. പ്രധാനപ്പെട്ട പോഷക നദികൾ യമുന, സോൺ, കാഗ്ര, കോസി, കാണ്ഡക്. യമുന, സോൺ, കാഗ്ര, കോസി, കാണ്ഡക് ഒക്കെ ഗംഗയുടെ പോഷക നദികളാണ്. ഉത്തരാഖണ്ഡിലുണ്ട്, ഉത്തർപ്രദേശിലൂടെ പോകുന്നുണ്ട്, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, അവിടെ എല്ലാം ഗംഗാ നദി ഒഴുകുന്നുണ്ട്. ഇത് പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ തന്നെ. ബ്രഹ്മപുത്ര നദി 2900 കിലോമീറ്റർ എന്നാ പറയുന്നത്. ചെമയുങ് ദുങ് ഹിമാനി കേട്ടോ, ടിബറ്റിലെ ചെമയുങ് ദുങ് ഹിമാനിയിൽ നിന്ന് ഉത്ഭവിച്ച് മാനസ സരോവറിനടുത്ത് തന്നെയാണ്. മാനസ സരോവറിനടുത്തുള്ള ചെമയുങ് ദുങ് ഹിമാനിയിൽ നിന്ന് ഉത്ഭവിച്ചു. ടീസ്റ്റ, മാനസ്, ലോഹിത്, സുബൻസിരി, ഇതൊക്കെ ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ. അവിടെ നല്ലൊരു ചോദ്യം ഏതാണോ? ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദിയുടെ പേര് ചോദിച്ചു. സുബൻസിരി. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? സുബൻസിരി. അപ്പൊ മാനസ്, ലോഹിത്, ടീസ്റ്റ നമുക്കറിയാം. സിക്കിമിന്റെ ജേവൻ രേഖ, ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി, ഇതൊക്കെ ടീസ്റ്റയല്ലേ. ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ടീസ്റ്റയാണ്. അരുണാചൽ പ്രദേശിലോ ആസാമിലോ ആയിട്ടൊക്കെയാ ബ്രഹ്മപുത്ര ഒഴുകുന്നത്. ആസാമിന്റെ ദുഃഖം എന്ന് വിളിക്കുന്ന നദി തന്നെ ബ്രഹ്മപുത്ര. ആസാമിന്റെ ദുഃഖം. ഇതും പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അടുത്ത നോക്കിയാൽ നല്ലൊരു പോയിന്റ്, മഹാനദി. ഉപദ്വീപ് നദികളിലേക്ക് വരികയാണ്. 857 കിലോമീറ്റർ ആണ്. ഛത്തീസ്ഗഡിലെ സിംഹാവ മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്നുണ്ട്. ഇബ്, ജോങ്, ടെല്ല്, ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മഹാനദിയുടെ പോഷക നദി ഇബ്, ജോങ്, ടെല്ല്. ഛത്തീസ്ഗഡ്, ഒഡീഷ ഭാഗത്താണ്. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഗോദാവരി 1465 കിലോമീറ്റർ. മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ത്രയംബക കുന്നുകളിൽ നിന്നും ഉത്ഭവിച്ച് വരുന്നതാണ് ഗോദാവരി. ഈ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ നദി ഗോദാവരിയാണ് കേട്ടോ. ഉപദ്വീപീയ നദികളെ ഏറ്റവും വലിയ നദി ചോദിച്ചാൽ ഏതാ? ഗോദാവരി അല്ലെ. ദക്ഷിണ ഗംഗയെന്നും വൃദ്ധഗംഗയെന്നും ഗോദാവരി വിളിക്കുന്നുണ്ട്. പണ്ട് ദക്ഷിണഗംഗ കാവേരി അല്ല, ദക്ഷിണഗംഗ, വൃദ്ധഗംഗ എന്നൊക്കെ ഗോദാവരിയെ തന്നെ പറയുന്നത്. ഇന്ദ്രാവതി, ശബരി, പെൻഗംഗ, മഞ്ചീര, ഇതൊക്കെ നമ്മുടെ ഗോദാവരിയുടെ പോഷക നദികളാണ്. ഇന്ദ്രാവതി, ശബരി, പെൻഗംഗ, മഞ്ചീര. മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലങ്കാനയിലൊക്കെ ഗോദാവരിയുണ്ട്. ഇതും ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. കൃഷ്ണ നദി 1400 കിലോമീറ്റർ. മഹാരാഷ്ട്രയിലെ മഹാബലീശ്വറിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ്. ഭീമ, തുംഗഭദ്ര, മുസി,
മാലപ്രഭ, കൊയ്ന ഇതൊക്കെ കൃഷ്ണയുടെ പോഷക നദിയാണ്. ഭീമ, തുംഗഭദ്ര, മുസി, മാലപ്രഭ, കൊയ്ന ഇതൊക്കെ കൃഷ്ണയുടെ പോഷക നദിയാണ്. കർണാടക, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, തെലങ്കാനയിലൊക്കെ കൃഷ്ണ നദി പോകുന്നത്. ഇതും ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. ഇനി രണ്ടൂന്നെണ്ണം ഉണ്ട്. കാവേരി നദി 800 കിലോമീറ്റർ ആണ്. കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിലെ കുടകിലെ ബ്രഹ്മഗിരി കുന്നിലെ തലക്കാവേരിയിൽ നിന്നാണ് കാവേരി വരുന്നത്. കർണാടകയിലെ കുടകിലെ ബ്രഹ്മഗിരി കുന്നുകളിലെ തലക്കാവേരിയിൽ നിന്നും. അതിലെ പോഷക നദികൾ കബനി, പാമ്പാർ, അമരാവതി, അർക്കാവതി ഇതൊക്കെ കാവേരി നദിയുടെ പോഷക നദിയാണ്. തമിഴ്നാടും കർണാടകയായിട്ടാണ് കൂടുതലും ഭാഗം വരുന്നത്. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. നർമ്മദ നദി 1312 കിലോമീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുള്ള നദി നർമ്മദയാണ് കേട്ടോ. അമർകണ്ട് കുന്നുകൾ, മൈക്കലാനിര, ഛത്തീസ്ഗഡിലെ മൈക്കലാനിരകളിലെ അമർകണ്ട് കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ചു. കിരൺ, ഷേർ, താവ, ബെഞ്ചാർ കേട്ടോ. കിരൺ, ഷേർ, താവ, ബെഞ്ചാർ ഇതൊക്കെ പോഷക നദികളാണ്. നർമ്മദയുടെ ഏറ്റവും വലിയ പോഷക നദി താവ, പഠിച്ചു വെച്ചിരിക്കണേ. താവ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് ഭാഗത്തുണ്ട്. അറബിക്കടലിൽ പതിക്കുന്നുണ്ടോ. നർമ്മദ പതിക്കുന്നത് കണ്ടോ, അറബിക്കടൽ. അപ്പൊ ഉപദ്വീപീയ നദികളിൽ പ്രധാനപ്പെട്ട നർമ്മദയും താപ്തിയും അറബിക്കടലിലോട്ടാണ് പോകുന്നത്. താപ്തിയും കൂടെ പഠിച്ചേരെ. 724 കിലോമീറ്റർ ആണ്. അതും നമ്മുടെ മധ്യപ്രദേശിലെ ബൈത്തുലുള്ള മുൾട്ടായി, സത്പുരാന എന്നീ നിരകളിൽ നിന്നാണ് ഇത് വരുന്നത്. ഗിർണ, അനർ പോഷക നദികൾ മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശിലൂടെ ഒഴുകുന്നു, അറബിക്കടലിൽ പതിക്കുന്നു. അപ്പോൾ പോഷക നദികൾ തന്നിട്ട് ഇങ്ങനെ ചോദിക്കാം. അപ്പൊ ഞാൻ ഒന്നും കൂടെ ഒന്ന് ചോദിച്ചോട്ടെ. ഗിർണയും അനറും താപ്തി നദിക്ക്. ഗിർണയും അനറും ആർക്ക് കൊടുത്തു? താപ്തി അല്ലെ. നർമ്മദയ്ക്കോ? ഹിരൺ, ഷേർ, താവ, ബെഞ്ചാർ. ഹിരൺ, ഷേർ, താവ, ബെഞ്ചാർ നർമ്മദ. കാവേരി നദിയുടെ പോഷക നദികൾ കബനി, അമരാവതി, അർക്കാവതി ഇതൊക്കെ കാവേരി നദിയുടെ പോഷക നദികളാണ്. അതുപോലെ കൃഷ്ണയുടെ ഭീമ, തുംഗഭദ്ര, മുസി, മാലപ്രഭ, കൊയ്ന ഇതൊക്കെ. ഗോദാവരിക്ക് ഇന്ദ്രാവതി, ശബരി, പെൻഗംഗ, മഞ്ചീര. മഹാനദിക്ക് ഇബ്, ടെല്ല്, സോങ്, ജോങ് ഇതൊക്കെ നമുക്ക് മഹാനദിയായിട്ട് പോഷക നദികളായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പൊ കൊച്ചു കൊച്ചു കാര്യങ്ങളെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഒത്തിരി അതായത് ആണവ നിലയം, നമ്മുടെ ആണവ നിലയങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു, ഓർമ്മയുണ്ടോ? കക്രപ്പാറ എവിടെയാണ്? കക്രപ്പാറ ഗുജറാത്ത്, കൈഗ കർണാടക, നറോറ ഉത്തർപ്രദേശ്, കോട്ടയും റാവതഭട്ടും രാജസ്ഥാൻ, താരാപൂറും ജയ്താപൂറും മഹാരാഷ്ട്ര, കൂടംകുളവും കൽപ്പാക്കോയുടെ അത് തമിഴ്നാട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ബൊക്കാറോയാണ്. ജാർഖണ്ഡിലെ ബൊക്കാറോ, റഷ്യയുടെ സഹായത്തോടെ. ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കുന്ന ഇരുമ്പുരുക്ക് നിർമ്മാണശാല ബിലായി, ഛത്തീസ്ഗഡിൽ റഷ്യയുടെ സഹായത്തോടെ. സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ജംഷഡ്പൂർ. അതുപോലെ ഇത് ചോദിച്ചിട്ടുണ്ടല്ലോ, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല അതേതാ? അത് നമ്മുടെ വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, കർണാടകയിലെ കുദ്രുമുഖിലാണ് അല്ലെ. റൂർക്കേല എവിടെയാണ്? റൂർക്കേല ജർമ്മനിയിൽ, ഒഡീഷയിൽ ജർമ്മനിയുടെ സഹായത്തോടെ. അപ്പൊ റൂർക്കേല, ഒഡീഷ ജർമ്മനിയുടെ സഹായത്തോടെ. ഫിലായി ഛത്തീസ്ഗഡ് റഷ്യയുടെ സഹായത്തോടെ. ബൊക്കാറോ ജാർഖണ്ഡ് റഷ്യയുടെ സഹായത്തോടെ. ദുർഗാപൂർ പശ്ചിമ ബംഗാൾ ബ്രിട്ടന്റെ സഹായത്തോടെ. സെറ്റല്ലേ? അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. പിന്നെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല അതെല്ലാം നവോത്ഥാന സംഘടനകൾ ഓർമ്മയുണ്ടോ? ഏതൊക്കെയാ? സമത്വ സമാജം 1836 വൈകുണ്ഠസ്വാമികൾ, SNDP 1903 ശ്രീനാരായണ ഗുരു, സാധുജന പരിപാലന സംഘം 1907 അയ്യങ്കാളി, അരയ സമാജവും 1907 പണ്ഡിറ്റ് കറുപ്പൻ, യോഗക്ഷേമ സഭ 1908 PT ഭട്ടതിരിപ്പാട്, 1909 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പൊയ്കയിൽ യോഹന്നാൻ, 1914 NSS മന്നത്ത് പത്മനാഭൻ, 1917 സഹോദര സംഘം മിശ്രഭോജനം വിദ്യാഭോഷിണി സഹോദരൻ അയ്യപ്പൻ, 1917 തന്നെ വാഗ്ഭടാനന്ദന്റെ ആത്മവിദ്യാ സംഘം, 1918 ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി, 1933 ജാതി നാശിനി സഭ ആനന്ദ തീർത്ഥൻ അല്ലെ. കാതുമുറി പ്രസ്ഥാനം ആരുടെ? കാതുമുറി പ്രസ്ഥാനം ആര്യ പള്ളം അല്ലെ. ദേശസേവിക സംഘം ആരുടെയാ? ദേശസേവിക സംഘം നമ്മുടെ അക്കമ്മ ചെറിയാൻ. അഖില കേരള തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയാരുടെയാ? വക്കം അബ്ദുൽ ഖാദർ, അബ്ദുൾ മൗലവി, വക്കം അബ്ദുൾ മൗലവി. അതൊക്കെ ഒത്തിരി നല്ല ക്വസ്റ്റ്യനുകളുണ്ട്, അതൊക്കെ ഒന്ന് റിവിഷൻ നടത്തണേ. ഓക്കെ, അപ്പം നമുക്ക് 25-26 ടോപ്പിക് ആയിട്ടുണ്ട്. ഇനിയും കൊച്ചു കൊച്ചു കാര്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും. എപ്പോഴെങ്കിലും ആഴ്ചയിൽ എപ്പോഴെങ്കിലും ഒരു വട്ടം ഒന്ന് പഠിച്ചു വെച്ചിരിക്കണേ. ഈ റിവിഷന് എല്ലാത്തിനും നിങ്ങൾക്ക് LGS പരീക്ഷയ്ക്കും അല്ലെങ്കിൽ VFA വെബ് കോർ എഴുതുന്ന
എല്ലാവർക്കും പ്രയോജനപ്പെടും. അതുപോലെ ഡിഗ്രി ലെവലിന് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും. അതുകൊണ്ട് മെനക്കെട്ട് ഇതിനു വേണ്ടി മാറ്റിവെക്കണമെന്ന് പറയുന്നില്ല. പക്ഷേ എപ്പോഴെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസത്തിൽ ഒരു കുറച്ച് നേരം ഇതിനു വേണ്ടി മാറ്റിവെക്കും, പഠിക്കുക. ഇതൊക്കെ ചിലപ്പോൾ മാർക്ക് പോയാൽ എന്തോ ഇവിടെ ചിലപ്പോൾ ബേസ് പഠിക്കാതെ നിങ്ങളല്ലാതെ മാത്രം പഠിച്ചാൽ ഇപ്പോൾ ഒരു റിവിഷനും കൂടെ ആവുന്നില്ലേ, കുറച്ചും കൂടെ ഒരു 50 എത്തിയിട്ട് ഞാൻ 1 to 50 നല്ലൊരു റിവിഷനുമായിട്ട് വീണ്ടും വരാം കേട്ടോ. ഒത്തിരി നല്ലൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജുകൾ, അതിലൂടെ നമുക്ക് ഒരു പ്രയോജനം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വരുന്നതുകൊണ്ട് ഒത്തിരി സന്തോഷത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.